ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇത്രയും വൈകിട്ടൊക്കെയാണല്ലോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൻ്റെ കേസ് ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അവിടുന്ന് വന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റണില്ല. പിന്നെ ഒരുവിധം നല്ലോണം നേരം വൈകാണ്. പിന്നെ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും കൂടി നടക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇന്ന് ഫേസ് പാക്ക് ഒന്നുമല്ല കേട്ടോ. ഞാൻ ആദ്യമേ പറയണു, ഇന്ന് ഫേസ് പാക്ക് അല്ല. പക്ഷേ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നമുക്ക് മുഖം മാത്രം മിനുക്കിയിരുന്നാൽ പോരല്ലോ, നമ്മുടെ ശരീരം കൂടി നോക്കണ്ടേ. അപ്പോൾ ഒരുവിധം പേർക്ക് ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റേജൊക്കെ ആയി കഴിഞ്ഞാൽ, ഒരു 40ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, 40 വേണ്ട, ഒരു 35ഒക്കെ വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും പറയുന്നതാണ്, നമുക്ക് എണീക്കുമ്പോൾ ക്ഷീണമാണ്, ഒന്നും ചെയ്യാൻ തോന്നണില്ല. അത് മറ്റേ തൈറോയിഡ് ഉള്ളവർക്ക് പ്രത്യേകിച്ച്, അവർക്ക് ഒരു പണിയെടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ വേറെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ക്ഷീണമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് വിളർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് ചെയ്തിട്ടും ഒന്നും ശരിയാവണില്ല എന്നൊക്കെ പറയുന്ന അവർക്കൊരു ചെറിയൊരു ആരോഗ്യ ടിപ്പുമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നതാണ് നമുക്ക് നെല്ലിക്ക. അപ്പോൾ നെല്ലിക്ക ജ്യൂസ് ഒരുവിധം എല്ലാവരും കുടിക്കണ്ടായിരിക്കും, ഷുഗറുകാരൊക്കെ പ്രത്യേകിച്ച് കഴിക്കണ്ടായിരിക്കും. പിന്നെ അതിൽ ഒരു മഞ്ഞപ്പൊടി ഇട്ടൊക്കെ നമുക്ക് വയറിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ അത് കഴിക്കും. നമ്മൾ മെയിനായിട്ട് നെല്ലിക്ക ജ്യൂസ് കഴിക്കുന്നത് തടി കുറയ്ക്കാനാണല്ലേ. അപ്പോൾ നമ്മളപ്പോൾ അത് കഴിക്കുമ്പോൾ അതിൽ കുറച്ച് നമ്മുടെ കുരുമുളകും കൂടിയിട്ട് ഇട്ട് ജ്യൂസാക്കി കുടിച്ച് കഴിഞ്ഞാലത്തെ ഗുണങ്ങളാണ് ഇപ്പം ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, നെല്ലിക്ക ജ്യൂസ് കഴിച്ച് കഴിഞ്ഞാൽ വളർച്ച തടയാനായിട്ട് പറ്റും എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയണ കാരണന്മാരായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണല്ലേ. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ വേറെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ വളർച്ച മാറണമെങ്കിൽ നമ്മൾ നെല്ലിക്ക ജ്യൂസ് കഴിച്ചാൽ അടിപൊളിയാണ്. അതോടൊപ്പം നമ്മൾ ഓവറായിട്ട് ശരീരവണ്ണമൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനും സഹായിക്കുന്നുള്ള കാര്യം എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ കുരുമുളകും കൂടി ചേർത്ത് കഴിച്ചാലത്തെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വൈറ്റമിൻ സി അതിലുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ ഇരുമ്പ് സത്ത് കിട്ടും ചെയ്യും. വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിലുണ്ടാവും. വൈറ്റമിൻ സി കുറയുമ്പോഴാണ് നമുക്ക് ഓർമ്മക്കുറവ് വരുന്നത് അല്ലേ. അപ്പോൾ ഓർമ്മക്കുറവിന് വൈറ്റമിൻ സി അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കിത് കഴിക്കുമ്പോൾ, ഇങ്ങനെ ജ്യൂസാക്കി കുടിക്കുമ്പോൾ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ എത്തുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഓർമ്മശക്തി കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ ബാലൻസൊക്കെ ക്ലിയർ ആക്കി കൊണ്ടുവരാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടും. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മോണയ്ക്കുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, പല്ലിൻ്റേതായ പ്രശ്നങ്ങൾ, മോണരോഗം, അതുപോലെ തന്നെ വായ്നാറ്റം, പിന്നെന്താ പറയുക, ചില ഇൻഫെക്ഷൻ, ചില ബാക്ടീരിയകൾ ഇരുന്നിട്ട് നമുക്ക് പല്ലിന് ഇങ്ങനെ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കില്ലേ. അപ്പോൾ അതൊക്കെ പോകാനൊക്കെ ആയിട്ട് നമുക്ക് ജ്യൂസ് വയറ്റിലേക്കാണ് പോണതെങ്കിലും നമുക്ക് ഈ വഴിക്കാണല്ലോ ഇറങ്ങിപ്പോണത്. അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടും ചെയ്യും. ഇത് നല്ല പോലെ കുറയും കേട്ടോ. പിന്നെ ബ്ലഡിൻ്റെ കൗണ്ടൊക്കെ കൂടി നമ്മൾ നല്ല സെറ്റപ്പായിട്ട് വരും, നല്ല ഉഷാറായിട്ടിരിക്കും കേട്ടോ. പിന്നെ ഇത് കുടിക്കാൻ മടിയുള്ളവർക്ക് ഈ പെട്ടെന്നുള്ള ക്ഷീണം മാറ്റാനായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മുന്നേ നമ്മൾ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉണക്കമുന്തിരി കുറച്ച് വെള്ളത്തിലിട്ടിട്ട്, തലേദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം കാലത്ത് കഴിക്കുകയാണെങ്കിൽ, നിങ്ങൾ 2 ദിവസം ഒന്ന് ചെയ്ത് നോക്കി. ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ബ്ലഡ് കൂടും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് കാഴ്ചശക്തിയും എല്ലാം നമുക്ക് ഇതിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നെല്ലിക്ക ജ്യൂസ് കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നെല്ലിക്ക കഴിക്കുമ്പോൾ നമ്മുടെ മുടി വളർച്ച ഓട്ടോമാറ്റിക്കലി കൂടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ മുടിയൊക്കെ കുറച്ചും കൂടെയൊക്കെ നല്ലപോലെ വലുതായി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ എനിക്കിപ്പോൾ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയാണ്. പിന്നെ ഒരു പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെല്ലിക്ക ജ്യൂസ് വാതരോഗത്തിന് ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ വാതരോഗം ഉള്ളവർ അത് കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അല്ലാത്തവർക്ക് ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെയുള്ളൂ കേട്ടോ. കുഞ്ഞു വീഡിയോ ആണ്. നമ്മൾ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ആരുടെ ഒരു വിശേഷം എനിക്ക് അറിയാൻ പറ്റണില്ല. അവിടെ ആശുപത്രിയിലാണെങ്കിൽ റേഞ്ച് ഇല്ല. അപ്പോൾ വീഡിയോസ് ഒന്നും കാണാൻ പറ്റണില്ല കേട്ടോ. ഉള്ള നേരം കൊണ്ട് ഞാൻ ബസ്സിലിരുന്നിട്ടും പിന്നെ വീട്ടിൽ വന്നിട്ടൊക്കെയാണ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇരുന്ന് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. കാര്യം ഇതുകൊണ്ടാണ് കേട്ടോ. പരമാവധി നോക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ വട്ടം കറങ്ങി നിൽക്കണേ ഉള്ളൂ. വീഡിയോ ഒന്നും മുഴുവനായിട്ട് കാണാനായിട്ട് പറ്റണില്ല.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതുതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. അവിടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ചാനൽ കണ്ടെന്ന് പറയണതിൽ ഒത്തിരി സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയും എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.